ലാബ് 11 എലിപ്സ് ആൻഡ് ഹൈപ്പർബോള. അതിനകത്ത് ആക്ടിവിറ്റി 11.1 ആണ് ചെയ്യുന്നത്, എലിപ്സ് എന്നാണ്. അപ്പോൾ ഇവിടെ പറയുന്നത് ഫസ്റ്റ് യൂസിങ് എലിപ്സ് ടൂൾ സെലക്ട് ഫോസി 1/1 ആൻഡ് ദെൻ എ പോയിന്റ് ഓൺ ദി എലിപ്സ് ഓർ ഗീവ് ഇൻപുട്ട് എലിപ്സ് ഫോക്കസ് പോയിന്റ്. ഇങ്ങനെ രണ്ട് രീതിയിൽ വരയ്ക്കാമെന്ന് പറയാം. ഒന്നുകിൽ നമുക്ക് രണ്ട് ഫോക്കസ് സെലക്ട് ചെയ്യുന്നു, ഒരു പോയിന്റ് കൂടെ സെലക്ട് ചെയ്യുന്നു. അതിന് അല്ലെങ്കിൽ ഇൻപുട്ടിനകത്ത് ആ പോയിന്റും ഫോക്കസ് രണ്ട് പോയിന്റും വേറൊരു പോയിന്റ് കൂടെ കൊടുത്ത് വരയ്ക്കാവുന്നു. അപ്പോൾ അത് നോക്കാം. ഞാൻ ഫോക്കസ് രണ്ടെണ്ണം സെലക്ട് ചെയ്തു. ഇവിടെ വേണേൽ ടൈപ്പ് ചെയ്യുക. ഫോക്കസ് എന്ന് പറയുന്നത് ഇവിടെ ടൈപ്പ് ചെയ്യാൻ ഞാൻ അത് ചെയ്യുന്നില്ല. ഞാൻ ഈ -2 2 ഇവിടെ കിട്ടുന്ന -2 എന്ന് പറയുന്നത് 2 പോയിന്റ് എടുക്കും. മൂന്നാമത് പോയിന്റ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. ഇവിടെ തന്നെ നമുക്ക് സെലക്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ എന്താണ് എലിപ്സ് ടൂൾ എടുക്കുക. എലിപ്സ് ടൂൾ എടുത്ത് ഫോക്കസിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഫോക്കസ് ക്ലിക്ക് ചെയ്തു, ഈ പോയിന്റ് ക്ലിക്ക് ചെയ്യും. ഇങ്ങനെ നമുക്ക് 3 പോയിന്റിൽ കൂടി പാസ് ചെയ്ത് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇത് -2 0 ആണ്, ഇത് 2 0 ആണ്, ഇത് ഫോക്കസ് ആണ്, ഇത് സർക്കിൾ എലിപ്സിലെ ഒരു പോയിന്റ് ആണ്. ഈ പോയിന്റ് 2 2 എന്ന് പറയുന്ന പോയിന്റ് ആണെന്ന് ഉള്ളൂ. അപ്പം ഞാൻ വേറെ അല്ലെങ്കിൽ ഇൻപുട്ടിൽ കൊടുക്കാനാണ് പറഞ്ഞത്. ഇൻപുട്ടിൽ എലിപ്സ് 3 ടൂളാണ് ഉള്ളത് എലിപ്സ് വരയ്ക്കാൻ. ഞാൻ ഇതാണ് ഫോക്കസ് പോയിന്റ് എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് ഫോക്കസ് കൊടുക്കുന്നു. ഞാൻ -3,0 3,0 അടുത്ത പോയിന്റ് കൊടുക്കുന്ന ഒരു 3 4 കൊടുക്കും. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാനുണ്ട്, എൻ്റർ. ഇപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ ഇവിടുത്തെ ഫോക്കസ് -3 എന്ന് പറയുന്നതാണ് ഫോക്കസ് എന്ന് പറയുന്നത്. ഈ ഫോക്കസ് കാണണമെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്താൽ മതി ഫോക്കസ്. ഇപ്പോൾ കോണിക്ക് ചോദിക്കും. കോണിക്കിൻ്റെ പേര് D എന്നാണ്. നമ്മൾ രണ്ടാമത് വരച്ചതിൻ്റെ പേര്. എൻ്റർ അടിക്കുമ്പോൾ അതിൻ്റെ ഫോക്കസ് കിട്ടും. ഇങ്ങനെ നമുക്ക് ഫോക്കസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇതാണ് ആദ്യത്തെ മെത്തേഡ് പറയുന്നത്, എലിപ്സ് എങ്ങനെ വരയ്ക്കുമെന്ന് പറയുന്നത്. ഇനി അതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ പറയാം. യൂസിങ് എലിപ്സ് ടൂൾ ഡ്രോ ദ ഫോളോയിങ് എലിപ്സ്. ഈ പറയുന്ന എലിപ്സ് നമ്മൾ വരയ്ക്കണം. 3 കണ്ടീഷൻ, എലിപ്സിൻ്റെ പല കണ്ടീഷൻ തന്നിരിക്കുകയാണ്. ആദ്യം തന്നിരിക്കുന്ന ഫോസി +or-30 പാസിംഗ് ത്രൂ ദ പോയിന്റ് 5 2. അത് നമുക്ക് ഇപ്പം ചെയ്തതിൻ്റെ കൂട്ടി ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഫോക്കസ് 5 2 എന്ന് പറയുന്ന പോയിന്റ് ഒന്നെങ്കിൽ ഇൻപുട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് +or-30 അവിടെ മാർക്ക് ചെയ്തിട്ട് 2 പോയിൻ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് ഒരു പോയിന്റ് 5 2 കൂടി വരയ്ക്കാം. അതിപ്പോൾ നമ്മൾ ചെയ്തതിൻ്റെ കൂട്ട് തന്നെ. ഇതെങ്ങനെ നോക്കാം. രണ്ടാമത്തത് 0 +or-4 ആൻഡ് ലെങ്ത് ഓഫ് ദി മേജർ ആക്സിസ്. ലെങ്ത് ഓഫ് ദി മേജർ ആക്സിസ് എന്ന് പറയുന്നത് 10 ആണ്. അപ്പം സെമി മേജർ ആക്സിസ് 5 ആണെന്ന് മനസ്സിലാക്കിയാണ്. ഇത് എങ്ങനെ വരയ്ക്കാമെന്ന് നോക്കാം. ഞാനിത് ക്ലോസ് ചെയ്യുന്നു, ഇത് വിൻഡോ എടുക്കുന്നു. അപ്പം ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. ഇവിടെ നമുക്ക് എലിപ്സ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ഇവിടെ ഇതൊരെണ്ണമുണ്ട് ഫോക്കസ് സെമി മേജർ ആക്സിസ്. ഈ ടൂൾ എടുത്താൽ മതി. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന 0, -4 0,4 സെമി മേജർ ആക്സിസ് 5. എൻ്റർ ക്ലിക്ക് ചെയ്യും. ഇതിൻ്റെ ഫോക്കസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഫോക്കസ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഫോക്കസ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ വരയ്ക്കാമെന്നാണ് പറയുന്നത്. അടുത്തത് പറയുന്നത് ഫോക്കസ് +or-20 ആൻഡ് ലെങ്ത് ഓഫ് മൈനർ ആക്സിസ് 5. അപ്പോൾ ശ്രദ്ധിക്കണം. പക്ഷേ ഇവിടെ മൈനർ ആക്സിസ് തന്നാൽ നമുക്ക് വരയ്ക്കാൻ ഓപ്ഷൻ ഇല്ല, കാരണം അവിടെ ടൂളില്ല. അങ്ങനെ മേജർ ആക്സിസ് ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. പിന്നെ ഇത് രണ്ടും ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. വേണമെങ്കിൽ മേജർ ആക്സിസ് കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇതൊരു പോയിൻ്റൊക്കെ വരും. അതുകൊണ്ട് നമുക്ക് ഇത്രയും ചെയ്താൽ മതി. ഇത് ഫോക്കസ് മാർക്ക് ചെയ്യുന്നു. സർക്കിളിലൊരു പോയിൻ്റ് അല്ല, എലിപ്സിലെ ഒരു പോയിൻ്റായിട്ട്
സെമി മേജർ ആക്സിസ് നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റും. അത് ഇപ്പോൾ ഇതിൻ്റെ പകുതി എടുക്കുക 2.50. അപ്പോൾ അത് അടയാളം വൈ ആക്സിസിലായിരിക്കും. വൈ ആക്സിസ് ആയതുകൊണ്ട് 0 2.5 എന്ന് പറയുന്ന മൂന്നാമതൊരു പോയിന്റ് മാർക്ക് ചെയ്യുക. എന്നിട്ട് ചെയ്യുക. അത് ചെയ്ത് നോക്കാം. ഇത് വിൻഡോ എടുക്കുന്നു. ഇവിടെ ഫോക്കസ് മാർക്ക് ചെയ്തു. ഇവിടെ ശ്രദ്ധിച്ചാൽ മതി. ഈ പോയിന്റ് അല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഇൻപുട്ടിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. എന്നിട്ട് ഞാൻ പോയിന്റ് കൊടുക്കുകയാണ്. മേജർ ഇപ്പോൾ ഇത് ടൈപ്പ് നമുക്ക് ഈ ഫോക്കസ് കണ്ടാൻ പറ്റിയത് ഒന്നാമത്തെ ടൈപ്പാണ് എലിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളതിന് വേണ്ടി ഒരു പോയിന്റ് കൂടെ കൊടുക്കുന്നു. 2.5 അല്ല 0,2.5 എന്ന് പറയുന്ന പോയിന്റ് കൊടുക്കുന്നു. അപ്പോൾ ഇത് മേജർ ആക്സിസ് ആയിരുന്നെങ്കിൽ ഇവിടുത്തെ കൊടുത്താൽ മതി. മേജർ ആക്സിസ് ആണ് ഇപ്പം 5 ആയിരുന്നെങ്കിൽ 2.5 എന്ന് പറയുന്നത് ഇപ്പുറത്ത് കൊടുക്കേണ്ടി വന്നതിന്. ഇത് മൈനർ ആക്സിസ് ആകുമ്പം ഈ രണ്ടാമത്തെ ടൈപ്പിൽ അത് വൈ ആക്സിസിലാണ് അതിൻ്റെ എൻ പോയിന്റ്സ് വരുന്നത്. ആ എൻ പോയിന്റ്സ് ആണ് ഈ ഒരെണ്ണം 2.5 എന്ന് പറയുന്നത്. എന്നിട്ട് നമുക്ക് എലിപ്സ് ടൂൾ എടുക്കാം. ഈ ഫോക്കസിലും അല്ലെങ്കിൽ ഇവിടെ ഇൻപുട്ടിൽ ഈ ഫോക്കസും കൊടുത്ത് 2.5 എന്ന് പറയുന്ന പോയിന്റും കൊടുത്ത് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഇത് വരയ്ക്കാൻ പറ്റും. അടുത്തത് പറയുന്നത് ഇത് നമുക്ക് മേജർ ആക്സിസ് മൈനർ ആക്സിസ് അല്ലെങ്കിൽ സി കണ്ടുപിടിച്ചൊക്കെ ചെയ്യാൻ പറ്റും. ഞാനിത് ചെയ്യാൻ പോകുന്നത് ഇൻപുട്ടിൽ ഈ ഇക്വേഷനെ കൊടുക്കാൻ പോയി. അങ്ങനെ നമുക്ക് വരയ്ക്കാം. ഇൻപുട്ടിൽ ആ ഇക്വേഷൻ കൊടുക്കാൻ പോവുകയാണ്. ഇക്വേഷൻ ശ്രദ്ധിക്കണം. അങ്ങനെ വരിക. ഇക്വേഷൻ കൊടുത്തു. ഇത് രണ്ടാമത്തെ ടൈപ്പ്. നമുക്ക് ഇക്വേഷൻ കണ്ടാൽ അറിയാൻ പറ്റും. ഇവിടെ എ എന്ന് പറയുന്നത് കുറവായതുകൊണ്ട് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ ഫോക്കസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ ഫോക്കസ് അടിച്ചു കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പോൾ ഇതാണ് ഒരു ടൈപ്പ്. അടുത്ത യൂസിങ് എലിപ്സ് ടൂൾ ഡ്രോ ദ ഫോളോയിങ് എലിപ്സസ് ഫൈൻഡ് ഔട്ട് ദി ലെങ്ത് ഓഫ് ദി ലാറ്റസ്റ്റ് സെക്ഷൻ ജോമെട്രിക്കലി. പരാബോള ചെയ്ത ഡോട്ട് ഇതിനെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആദ്യം ഇത് നമുക്കറിയാം. യൂസിങ് എലിപ്സ് ടൂൾ തന്നെ ഉപയോഗിക്കാം. ഈ പോയിന്റ് മാർക്ക് ചെയ്താൽ മതി. ഇത് ഇൻപുട്ടിൽ പോയിന്റ് ടൈപ്പ് ചെയ്താലും മതി. ഇത് 5.2 എന്ന് പറയുന്ന പോയിന്റ്. 5.2 എന്ന് പറയുന്ന പോയിന്റ് ഏകദേശം ഇവിടെ വരും. എന്നിട്ട് നമുക്ക് എലിപ്സ് ടൂളോ അല്ലെങ്കിൽ ഇൻപുട്ടിൽ കൊടുത്താലും മതി. ടൈപ്പ് ചെയ്ത് ഇൻപുട്ടിൽ കൊടുത്താലും മതി. ഞാൻ ആ എലിപ്സ് ടൂൾ കൊടുത്ത് ഇനി ഇതിൻ്റെ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇതിനകത്ത് ലെങ്ത് ഓഫ് ദി ലാറ്റസ്റ്റ് റെക്റ്റം കണ്ടുപിടിക്കണം. നമുക്കറിയാം ലാറ്റസ്റ്റ് റെക്റ്റം എന്ന് പറയുന്നത് ഫോക്കസിൽ കൂടി ഈ ആക്സിസ് ഏതാണോ ആ ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് വരയ്ക്കുന്ന ലൈൻ, അതിൻ്റെ എൻ പോയിന്റ്സ് എലിപ്സിലായിരിക്കണം. ഇതിനെയാണ് നമ്മൾ ലാറ്റസ്റ്റ് റെക്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കുകയാണ്. അത് ഈ പോയിന്റിനും ഈ ലൈനിൽ കൂടിയാണ് വരയ്ക്കേണ്ടത്. എന്നിട്ട് ഇതിൻ്റെ ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുന്നു. ഈ എലിപ്സിൻ്റെയും ഈ പെർപെൻഡിക്കുലർ ലൈൻ്റെയും. അതിനുശേഷം ഇത് ഹൈഡ് ചെയ്യുന്നു. ഷോ റൈറ്റ് ബട്ടൺ ഷോ ഒബ്ജക്റ്റ്. എന്നിട്ട് അപ്പോൾ ഇതിൻ്റെ ലെങ്ത് മെഷർ ചെയ്യുക. ഇത് ഡിസ്റ്റൻസ് പറയുന്ന ടൂൾ ഉപയോഗിച്ച് ഇപ്പോൾ ലെങ്ത് ഓഫ് ദി ലാറ്റസ്റ്റ് റെക്റ്റം എന്ന് പറയുന്നത് 5.87 ആണ്. നമുക്ക് യഥാർത്ഥ ഇക്വേഷൻ b²/a എന്ന് പറയുന്നതാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കുമ്പോൾ കിട്ടുന്നത് 5.87 ആണ്. ഇങ്ങനെ ജോമെട്രിക്കലി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് സേവ് ചെയ്യാം. അടുത്ത അതുപോലെ പറയുന്നുണ്ട്. ഇത് ഒന്നെങ്കിൽ നമുക്ക് സിയുടെ വാല്യൂ കണ്ടുപിടിച്ച് ചെയ്യാം, അല്ലെങ്കിൽ ഇത് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. x raised to ഇതാണ് എലിപ്സ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫോക്കസ് കണ്ടുപിടിക്കണം. ഫോക്കസ് ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. ഫോക്കസ്
കോണിക്കിൻ്റെ പേര് സി എന്നാണ്. എൻ്റർ ക്ലിക്ക് ചെയ്യുക. ഫോക്കസ് കിട്ടി. ഇനി പെർപെൻഡിക്കുലർ ലൈൻ എടുത്ത് ഈ ലൈന് ഈ പോയിന്റിൽ കൂടി വരയ്ക്കുന്നു. പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കുന്നു. ഇത് ഹൈഡ് ചെയ്യുന്നു. സെഗ്മെൻറ്റ് ടൂൾ എടുത്ത് ഇത് ജോയിൻ ചെയ്യുന്നു. ഡിസ്റ്റൻസ് ടൂൾ എടുത്ത് ഇത് മാർക്ക് ചെയ്യുന്നു. ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നു. 4.5 ആണ്. അപ്പോൾ നമുക്കിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നത്. അതാണ് ആ ക്വസ്റ്റ്യൻ പറയുന്നത്. ഒബ്സർവേഷൻ അത് ലാറ്റസ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ലാറ്റസ്റ്റ് റെക്റ്റം കണ്ടുപിടിക്കാൻ 9/2 എന്ന് പറയുന്നത്. അതാണ് 4.5 എന്ന് പറയുന്നത്. ഇനി ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്തൊരു എലിപ്സ് എന്ന് പറയുന്ന ഒരു ടൂളൂടെ പറയുന്നുണ്ട്. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഒരു സെഗ്മെൻറ്റ് എന്ന് പറയുന്നത് ഇത് എങ്ങനെ ചെയ്യാവുന്നതാണ്. ഫോക്കസാണ്. ഞാൻ ഈ ഫോക്കസിനെ ഒരു സെഗ്മെൻറ്റ് ഉപയോഗിച്ച് ജോയിൻ ചെയ്തു. അതിന് എഫ് എന്ന പേര് ഇവിടെ വന്നു. ഫോക്കസ് എന്ന് പറയുന്ന ഇവിടെ എലിപ്സ് എന്ന് പറയുന്ന ടൂൾ എടുക്കുന്നു. ഇവിടെ പോയിന്റ് 2,0 ഇവിടെ ഒരു എഫ് എന്ന് പറയുക. ആ ഫോക്കസ് നമ്മൾ വരച്ചേക്കുന്ന സെഗ്മെൻറ്റിൻ്റെ പേര് എഫ് എന്നാണ്. എഫ് എന്ന് കൊടുത്തിട്ട് ടൈപ്പ് ചെയ്താൽ പുതിയ ഇങ്ങനെയാണ് കിട്ടുന്നത്. അപ്പോൾ അതാണ് ആ ടൂൾ എന്ന് പറയുന്നത്. നമ്മൾ മാനുവലി പറയുന്നില്ല, ഓർത്ത് പറയാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി 11.1. അടുത്തത് ആക്ടിവിറ്റി 11.2 ആണ്. അതും എലിപ്സ് തന്നെയാണ്. ഇവിടെ പറയുന്നുണ്ട് വി ക്യാൻ ഡ്രോ ദ എലിപ്സ്. നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ കൂട്ട് തന്നെയാണ്. വി ക്യാൻ ഡ്രോ ആൻ എലിപ്സ് ഇഫ് വി നോ വിച്ച് ഫോഴ്സ് ആൻഡ് ലെങ്ത് ഓഫ് ദി സെമി മേജർ ആക്സിസ് യൂസിങ് കമാൻഡ്. ഈ കമാൻഡ് ഉപയോഗിച്ച് ഇവിടെ എലിപ്സ് ടൂള് നമ്മൾ ഈ ജിയോജിബ്ര ടൂൾ ഉപയോഗിക്കുന്നില്ല. ഈ കമാൻഡ് ഉപയോഗിച്ചാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ കമാൻഡ് കൊടുക്കുമ്പോൾ എലിപ്സ് 305 ഗീവ്സ് എലിപ്സിൻ്റെ ഫോക്കസ് 2 ആണ്. സെമി മേജർ ആക്സിസ് 5 ആണ്. അത് ഉപയോഗിച്ച് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് നോക്കാം. ആദ്യത്തെ ഇതാണ് s²/25 + y² = 1 എന്നാണ്. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫോക്കസ് സി കണ്ടുപിടിക്കുന്നത് ഈ 25 - 9 14 16 അതിൻ്റെ 4 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഫോക്കസ് പറയുന്നത് ±40 എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ ±40 കൊടുത്ത് മേജർ ആക്സിസ് എന്ന് പറയുന്നത് ഇവിടെ 5 തന്നെയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയൊന്ന് വരയ്ക്കുമെന്ന് നോക്കാം. കമാൻഡിൽ കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. എലിപ്സ് ഇതെടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. എന്ന് കൊടുക്കുക. ഇതാണ് കിട്ടുന്നത്. ഈ പറയുന്ന എലിപ്സ് ഇങ്ങനെ നമുക്ക് വരയ്ക്കാൻ പറ്റും. സൈഡിൽ നോക്കിയാൽ ഇൻഡിക്കേഷൻ കാണാൻ പറ്റും. ഇതാണ് ഡിവൈഡ് ചെയ്യുമ്പം ഇത് തന്നെ വരുന്നത്. നമുക്കിങ്ങനെ എഴുതാൻ പറ്റും. അടുത്ത ശ്രദ്ധിക്കണം, ഫോക്കസ് എന്ന് പറയുന്നത് 0 ± 5 and passing through the point 26. ഇവിടെ നമുക്ക് ഈ കമാൻഡ് ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ ഫോക്കസ് വേണം, അതുണ്ട്. പക്ഷേ മേജർ ആക്സിസിൻ്റെ ലെന്ത് വേണം. സെമി മേജർ ആക്സിസ് അല്ലെങ്കിൽ മേജർ ആക്സിസിൻ്റെ ലെന്ത് വേണം. ഇപ്പം നമ്മൾ ഒരു എലിപ്സ് എടുത്താൽ, എലിപ്സ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നമുക്ക് ഫോക്കസ് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ സെമി മേജർ ആക്സിസ് എന്ന് പറയുന്നത്
മേജർ ആക്സിസ് എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി മേജർ ആക്സിസ് ഈ പോയിന്റ് മുതൽ ഈ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സെമി അല്ലെങ്കിൽ മേജർ ആക്സിസ് എന്ന് പറയുന്നത്. അതിൻ്റെ പകുതി എടുക്കുന്നത് സെമി മേജർ ആക്സിസ് എന്ന് വെച്ചാൽ ഇവിടെ മുതൽ ഇവിടം വരെ ഉണ്ടാൽ മതി. പക്ഷേ നമ്മളിവിടെ ഒരു പോയിന്റ് എടുത്താൽ, ഒരു ഇഷ്ടമുള്ളൊരു പോയിന്റ് എടുക്കുന്നു, ഈ പോയിന്റിൻ്റെ ഈ ഡിസ്റ്റൻസും ആഡ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ സെമി മേജർ ആക്സിസ്, ലെങ്ത് ഓഫ് ദി മേജർ ആക്സിസ് ആയിരിക്കും. അതായത് നമ്മൾ എലിപ്സിൽ ഒരു പോയിന്റ് എടുത്ത് ഫോക്കസുമായിട്ട് ഡിസ്റ്റൻസ് എടുക്കുന്നു, രണ്ട് ഫോക്കസുമായിട്ട്, അതിൻ്റെ സം എന്ന് പറയുന്നത്, ആ ഡിസ്റ്റൻസിൻ്റെ സം എന്ന് പറയുന്നത് എപ്പോഴും ഈ ലെങ്ത് ഓഫ് ദി മേജർ ആക്സിസിന് സെയിം ആയിരിക്കും. അപ്പോൾ അതിനു വേണ്ടി ഞാനത് എടുക്കാൻ പോവുകയാണ്. പുതിയൊരു വിൻഡോ എടുത്തു. ഇവിടെ കമാൻഡ് ഉപയോഗിക്കാം എലിപ്സ്. ഞാനത് എലിപ്സ് ഇതാണ്. പക്ഷേ ഇവിടുത്തെ പോയിന്റ് കിട്ടുന്നത് സി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സി എന്ന് പറയുന്നതുകൊണ്ട് 0 ± 5 എന്ന് പറയുന്നതുണ്ട്, അതൊരു ഫോക്കസ് ഉണ്ട്. നമുക്ക് ഈ ലെന്ത് വേണം. ലെന്ത് കണ്ടുപിടിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നത് 6.71 എന്ന് പറയുന്ന ഒരു പോയിന്റാണ് കിട്ടുന്നത്. ഞാൻ ആദ്യം ഫോക്കസ് മാർക്ക് ചെയ്യുന്നു, 0, -5. ഇങ്ങനൊരു എലിപ്സ് കിട്ടി. അപ്പോൾ ഈ ടൂൾ ഉപയോഗിച്ച് ചെയ്യാൻ പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന ഫോക്കസ് ഒക്കെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഡിസ്റ്റൻസ് എടുത്ത് നോക്കുമ്പോൾ കറക്റ്റ് ഇത് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. വേണമെങ്കിൽ ചെക്ക് ചെയ്ത് കാണിക്കാം. ഫോക്കസ് എന്ന് പറയുന്നത് .26 ആയിരുന്നു. സെഗ്മെന്റ് ടൂൾ ഉപയോഗിച്ച് പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഈ എലിപ്സും ആക്സിസും കണ്ടുപിടിക്കുന്നു. ഡിസ്റ്റൻസ് ടൂൾ ഉപയോഗിച്ച് ഈ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നു. ഈ മെഷർ ചെയ്യുന്നു, ഇത് മെഷർ ചെയ്യുന്നു. ഏകദേശം ഇത് രണ്ടും ആഡ് ചെയ്യുന്നത് ഇതിന് ഈക്വൽ ആണ് എന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അത് ഏതൊരു എലിപ്സ് എടുത്താലും ഇത് തന്നെ ആയിരിക്കും. ഈ ഫോക്കസിൽ നിന്ന് രണ്ട് ഫോക്കസിൽ നിന്ന് ഏതെങ്കിലും ഒരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ സം എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് മേജർ ആക്സിസിന് ഈക്വൽ ആയിരിക്കും. ഇനി ഇത് സേവ് ചെയ്യാം. ഞാൻ അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോവുകയാണ്. അടുത്ത ആക്ടിവിറ്റി പറയുന്നത്, അടുത്ത സെക്ഷൻ പറയുന്നത്, പറയുന്നത് ക്രിയേറ്റ് എ സ്ലൈഡർ ഡ്രോ യൂസിങ് എലിപ്സ് കമാൻഡ്. ഇത് ഉപയോഗിച്ച് ചെയ്യാൻ ചേഞ്ച് ദ വാല്യൂസ് ഓഫ് എ ഒബ്സർവ് റെസ്പോണ്ട് ഷേപ്പ് ഓഫ് ദി എലിപ്സ്, അതായത് കർവ്. ഒരു സ്ലൈഡർ ക്രിയേറ്റ് ചെയ്യുന്നു. .1 എന്ന് കൊടുക്കുന്നു. ഇവിടെ കമാൻഡ് ഉപയോഗിക്കേണ്ടത് എലിപ്സ്. ബ്രാക്കറ്റിൽ A,0 ഉണ്ട്. എന്ന് പറയുന്നത് നമുക്കറിയാം. ഈ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഈ സെൻറ്റർ, ഈ വെർട്ടെക്സ് മുതൽ ഫോക്കസ് വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമുക്ക് ഫോക്കസിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയാൻ പറ്റും എന്ന് പറയുന്നത്. അപ്പോൾ അതായിരിക്കും ഇതിൻ്റെ ഈ ഷേപ്പ് തീരുമാനിക്കുന്നത്.
0 ആകുമ്പോൾ അതൊരു സർക്കിളായി മാറുകയും ചെയ്യും. അപ്പോൾ അതിനകത്ത് ഞാൻ ഒബ്സർവേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ദ ചേഞ്ച് ഇൻ ദ ഷേപ്പ് ഓഫ് ദി കർവ് അക്കോർഡിംഗ് ടു ദ ചേഞ്ച് ഇൻ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ഫോക്സ്. ആ ഫോക്സിൽ നമ്മളുള്ള ആ ഡിസ്റ്റൻസ് ആയിരിക്കും അതിൻ്റെ ഷേപ്പിനെ തീരുമാനിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞു നിർത്താം. ഇതാണ് ആക്ടിവിറ്റി 11.2 എന്ന് പറയുന്നത്. അത് 11.3 ആണ്. 11.3 ഹൈപ്പർബോളയാണ്. നമ്മൾ എലിപ്സ് ചെയ്തതിൻ്റെ കൂട്ട് തന്നെയാണ്. ഇവിടെ ഫോക്കസ് 1 by 1 ആയിട്ട് ഫോക്കസ് മാർക്ക് ചെയ്യുക, ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഹൈപ്പർബോള ടൂൾ ഉപയോഗിച്ച് വരയ്ക്കാം, അല്ലെങ്കിൽ ഇൻപുട്ടിൽ കൊടുക്കാം. അത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ജിയോജബ്ര ഓപ്പൺ ചെയ്തിട്ട് രണ്ട് പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഇത് ഫോക്കസ്. ഇവിടെ പോയിന്റ് 4.3 എന്ന് പറയുന്നൊരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ചെയ്യുന്നു ഹൈപ്പർബോള ടൂൾ എടുത്ത് ഈ രണ്ട് ഫോക്കസിലും ക്ലിക്ക് ചെയ്യുന്നു, ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്യാം. നമ്മൾ എലിപ്സ് ചെയ്യുന്ന കൂട്ട് തന്നെ. അല്ലെങ്കിൽ നമുക്കിവിടെ ഇൻപുട്ടിൽ ഹൈപ്പർബോള ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് നമുക്ക് എടുക്കേണ്ടത്, ഫോക്കസ് പോയിന്റ് എന്നുള്ളത്. ഇപ്പോൾ ഫോക്കസ് എന്ന് പറയുന്നത് ഞാൻ ഇൻസ്റ്റാളർ ഫോക്കസ് കൊടുക്കുകയാണ്. -3,0 30 പുതിയൊരു പോയിന്റ് കൊടുക്കുന്നു. പാസ് ചെയ്യുന്ന പോയിന്റ് ഞാനൊരു 2.5 എന്ന് കൊടുക്കുന്നു. 2,5 ബ്രാക്കറ്റ് ഒന്ന് ക്ലോസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതായിരിക്കും അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഇതാണ് കിട്ടിയത്. ഇപ്പോൾ ഇതിൻ്റെ ഫോക്കസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കിവിടെ ടൈപ്പ് ചെയ്താൽ മതി ഫോക്കസ്. ആ കോണിക്കിൻ്റെ പേര് D എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഫോക്കസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിനുശേഷം അടുത്ത പറയുന്നത് യൂസിങ് ഹൈപ്പർബോള ടൂൾ ഡ്രോ ദ ഫോളോ ഹൈപ്പർബോള. ഈ പറയുന്ന ഹൈപ്പർബോള ചെയ്യണം. ഈ ഒന്നാമത്തെ നമ്മളിപ്പം ചെയ്തതിൻ്റെ കൂട്ട് തന്നെ +or-30. അപ്പോൾ നമുക്ക് അവിടെ ഫോക്കസിനാണ് ഒന്നെങ്കിൽ ഹൈപ്പർബോള ടൂൾ ഫോക്കസ് മാർക്ക് ചെയ്യുക, 30 മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റ് 5.2 കൊടുക്കുക. അതിനുശേഷം നമുക്കിത് ഡ്രോ ചെയ്യാവുന്നതാണ്. ഇത് എങ്ങനെ ചെയ്യാം? ഇവിടെ രണ്ട് ടൈപ്പ് ഹൈപ്പർബോളയാണ്. ഇത് രണ്ടാമത്തെ ടൈപ്പാണ്. ഇത് ആക്സിസ് ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ y ആക്സിസ് വരുന്നതാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ട്രാൻസ്വേഴ്സ് ആക്സിസ് 6 ആണ്. അപ്പോൾ സെമി ട്രാൻസ്വേഴ്സ് ആക്സിസ് ആണ് നമുക്ക് ഇവിടെ വേണ്ടത്. അപ്പോൾ 3 ആണ് വേണ്ടത്. ഈ ഫോക്കസും വെച്ച് നമുക്ക് എങ്ങനെ ടൈപ്പ് ചെയ്യാം, നമുക്ക് എങ്ങനെ ഡ്രോ ചെയ്യാം. അതിന് വേണ്ടി നമ്മൾ ഹൈപ്പർബോള പുതിയ വിൻഡോ ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ ഹൈപ്പർബോള ഇത് ഉപയോഗിക്കാം. ഈ ടൂൾ ഉപയോഗിച്ച് വേണം ചെയ്യാം. അപ്പോൾ ഫോക്കസ് എന്ന് പറയുന്നത് -0, -4 0, ഇവിടെ 3 കൊടുത്താൽ മതി. 6 വന്നേക്കുന്നെങ്കിൽ 3 കൊടുക്കുക. 3 ആണ് കൊടുക്കേണ്ടത്. 3. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ഹൈപ്പർബോള കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഫോക്കസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ഫോക്കസ് ടൈപ്പ് കൊടുത്താൽ മതി. കോണിക്കിൻ്റെ പേര് സ്മാൾ സി എന്ന് കൊടുത്ത് നമുക്ക് ഫോക്കസ് വേണമെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം. ഇവിടെ ഫോക്കസ് +or-30 ആണ്. ലെങ്ത് ഓഫ് ദി കോഞ്ചിയേറ്റ് ആക്സിസ് 5 ആണ്. നമുക്ക് ഈ ലെങ്ത് ഓഫ് ദി കോഞ്ചിയേറ്റ് ആക്സിസ് വെച്ച് വരയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. പിന്നെ നമ്മൾ നേരത്തെ ശ്രദ്ധിക്കണമായിരുന്നു, ഹൈപ്പർബോളയിൽ അവിടെ നമ്മൾ ടൂൾ എടുക്കുമ്പോൾ അവിടെ എഴുതി കാണിക്കുന്നത് ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്നല്ല, അവിടെ കാണിച്ചത് സെമി മേജർ ആക്സിസ് തന്നെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ട്രാൻസ്വേഴ്സ് ആക്സിസ് കൊടുത്താൽ മതി, അതിൻ്റെ പകുതി കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ഫോക്കസ് ഉണ്ട്, പക്ഷേ ഇത് ഇങ്ങനെ കോഞ്ചിയേറ്റ് ആക്സിസ് എന്ന് വരയ്ക്കാൻ ടൂളില്ല. അപ്പോൾ നമുക്കിവിടെ ചെയ്യേണ്ടത്, നമുക്ക് ഒന്ന് ഫോക്കസ്, നമ്മൾ ഹൈപ്പർബോള വരയ്ക്കണമെങ്കിൽ ഒരു പോയിന്റും അതിൻ്റെ ഫോക്കസും വേണം, അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സ് ആക്സിസും ഫോക്കസും വേണം.
അല്ലെങ്കിൽ ഒരു പോയിന്റ് ഫോക്കസും വേണം. ഇവിടെ കോഞ്ചുഗേറ്റ് ആക്സിസ് അതുകൊണ്ട് നമുക്ക് ഇവിടെ ഇന്നും അതിൻ്റെ ട്രാൻസ്വേഴ്സ് ആക്സിസ് കണ്ടുപിടിക്കണം. ഏകദേശം 1.66 കിട്ടും. അപ്പോൾ 1.66, 0 എന്ന് പറയുന്ന ഒരു പോയിന്റും ഫോക്കസും എടുത്ത് നമുക്ക് വരയ്ക്കാൻ പറ്റും. അങ്ങനെ നോക്കാം. അപ്പോൾ ഫോക്കസ് ഞാൻ മാർക്ക് ചെയ്യുന്നു. ഒന്ന് നോക്കണം, നമ്മൾ മാർക്ക് ചെയ്ത ആ പോയിന്റ് തന്നെ അത് നോക്കണം. എന്നിട്ട് ഇവിടെ പക്ഷേ ഞാൻ 1.66, 0 അങ്ങനെ പോയിന്റ് മാർക്ക് ചെയ്തു. എന്നിട്ട് ഹൈപ്പർബോള ടൂൾ എടുക്കുന്നു, ഫോക്കസിൽ ക്ലിക്ക് ചെയ്യുന്നു, ഈ പോയിന്റ് ക്ലിക്ക് ചെയ്യുന്നു. ഇങ്ങനെ നമുക്ക് ഒരു ഹൈപ്പർബോള വരയ്ക്കാവുന്നതാണ്. പിന്നെ അടുത്ത പറയുന്നത്, ഇത് പക്ഷെ ഞാൻ ഇൻപുട്ട് ഇതേപോലെ ടൈപ്പ് ചെയ്യുകയാണ്. ഇൻപുട്ടിൽ നമുക്ക് കൊടുത്തിട്ട് വരയ്ക്കുന്നു. അങ്ങനെ നമുക്ക് ചെയ്യാം. ഹൈപ്പർബോളയുടെ ഇക്വേഷൻ ഇൻപുട്ടിൽ കൊടുത്ത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് പുതിയ ഇതിൻ്റെ. അപ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഫോക്കസ് കാണാൻ നമ്മളിവിടെ ഫോക്കസ് ടൈപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനെ നമുക്ക് അത് വരയ്ക്കാൻ പറ്റും. അതിൻ്റെ ഇക്വേഷൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അടുത്ത പറയുന്നത്, യൂസിങ് ഹൈപ്പർബോള ടൂൾ ഡ്രോ ദ ഫോളോ ഹൈപ്പർബോളാസ് ആൻഡ് ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദി ലാറ്റസ്റ്റ് റെക്ടം ജോമെട്രിക്കലി. അപ്പോൾ ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. നമുക്ക് നോക്കാം. പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്യുന്നു. ഞാൻ അതിനകത്ത് ഫോക്കസ് മാർക്ക് ചെയ്യുന്നു. ഫോക്കസ് എന്ന് പറയുന്നത് ഇത് രണ്ടുമാണ്. പിന്നെ അതിനകത്തൊരു പോയിന്റ് എന്ന് പറയുമ്പോൾ 5.2 ആണ്. 5.2 എന്ന് പറയുമ്പോൾ 5നും 2നും നേരെ ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ഹൈപ്പർബോള ടൂൾ എടുക്കുന്നു, വരയ്ക്കുന്നു. ഇത് ഇൻപുട്ടിൽ കൊടുത്ത് വേണമെങ്കിലും ചെയ്യാം. ഇനി എന്താണ് ഇതിൻ്റെ ലാറ്റസ്റ്റ് റെക്ടം കണ്ടുപിടിക്കണം, അതിൻ്റെ ലെന്തും കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്കറിയാം ഫോക്കസിൽ കൂടി ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് പോകുന്ന ലൈൻ, അതിനെയാണ് ലാറ്റസ്റ്റ് റെക്ടം എന്ന് പറയുന്നത്. അതിന് എൻഡ് പോയിന്റ് ഹൈപ്പർബോളയിലായിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അതിന് പെർപെൻഡിക്കുലർ ലൈൻ ടൂൾ എടുത്തിട്ട് ഈ പോയിന്റിലും ലൈനിലും ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് എടുത്ത് ടൂൾ എടുത്ത് ഈ ഹൈപ്പർബോളയിലും ലൈനിലും ക്ലിക്ക് ചെയ്തു. എന്നിട്ട് ഈ പെർപെൻഡിക്കുലർ ലൈൻ ഹൈഡ് ചെയ്തു. ഷോ ഒബ്ജക്റ്റ് കൊടുത്താൽ മതി. ലൈൻ സെഗ്മെൻറ്റ് ടൂൾ ഉപയോഗിച്ച് ഇത് ജോയിൻ ചെയ്യുന്നു. ഇതാണ് ലാറ്റസ്റ്റ് റെക്ടം എന്ന് പറയുന്നത്. ഇതിൻ്റെ ലെന്ത് മെഷർ ചെയ്യാൻ ഇവിടെ നിന്നും ഡിസ്റ്റൻസ് പറയുന്ന ടൂൾ എടുത്ത് ഇത് ഈ രണ്ട് പോയിന്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ 2.18 ആണ്. 2b² എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കുന്നത് 2.18 കിട്ടും. ഇനി അടുത്ത് പറയുന്നുണ്ട്, അടുത്ത ഇത് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അത് ഞാൻ പക്ഷേ അത് ഇൻപുട്ടിൽ ഞാൻ ടൈപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇതിൻ്റെ ഫോക്കസ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇവിടെ ടൈപ്പ് ചെയ്യുക ഫോക്കസ്. കോണിക്കിൻ്റെ പേര് സി എന്നാണ്. സി എന്ന് കൊടുത്ത് എൻ്റർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫോക്കസ് വരും. നേരത്തെ പറഞ്ഞിട്ട് പെർപെൻഡിക്കുലർ ലൈൻ ടൂൾ എടുത്ത് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. ഇൻ്റർസെക്റ്റിംഗ് ടൂൾ എടുത്ത് ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് കണ്ടുപിടിക്കുന്നു. ഈ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഷോ ഒബ്ജക്റ്റ് കൊടുത്തത് ഹൈഡ് ചെയ്യുന്നു. ലൈൻ സെഗ്മെൻറ്റ് ടൂൾ എടുത്ത് ജോയിൻ ചെയ്യുന്നു. ഡിസ്റ്റൻസ് ടൂൾ എടുത്ത് ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നു. 4.5 ആണ് ഇത് കിട്ടുന്നത്. അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി 11.3 എന്ന് പറയുന്നത്. അടുത്തത് ആക്ടിവിറ്റി 11.4 ആണ്. അത് ഹൈപ്പർബോള 2 ആണ്. ഇവിടെ ഈ കമാൻഡ് നമ്മൾ എലിപ്സ് ചെയ്തതിനോട് തന്നെ ഈ കമാൻഡ് ഉപയോഗിച്ച് ഇവിടെ ഇത് രണ്ടും ഫോക്കസ് ആണ്. ഇത് ലെന്ത് ഓഫ് ദി ട്രാൻസ്വേഴ്സ് ആക്സിസ് ആണ്, സെമി ട്രാൻസ്വേഴ്സ് ആക്സിസ് ആണ്. അത് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വരയ്ക്കാവുന്നതാണ്. ആദ്യം ഇത് തന്നെ വരച്ച് നോക്കാം.
ഹൈപ്പർബോള ഇതെടുക്കുന്നു. നമ്മൾ നേരത്തെ വരച്ച് നോക്കിയത് തന്നെയാണ്. വരച്ച് നോക്കാനാണ് പറയുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ വരയ്ക്കാൻ പറ്റും. ഫോക്കസ് വേണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് ഫോക്കസ് കണ്ടുപിടിക്കാൻ പറ്റും. എന്നിട്ട് അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത്, അത് ക്വസ്റ്റ്യനായിട്ട് അടുത്ത പറയുന്നത്, ഈ കമാൻഡ് ഉപയോഗിച്ച് ഇത് രണ്ടും വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ഇത് കമാൻഡ് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഫോക്കസ് നിർബന്ധമായിട്ടും വേണം. പക്ഷേ ഇവിടെ ഫോക്കസ് കിട്ടുന്നത് നമുക്കറിയാം, ഇവിടെ സി കണ്ടുപിടിക്കുന്നത് √(a² + b² ആണ്. അപ്പോൾ ഇത് കിട്ടുന്നത് √34 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോക്കസ് ± √34 എന്ന് പറയാം. പിന്നെ അതിൻ്റെ ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറയുമ്പോൾ 5 ആണ്. സെമി ട്രാൻസ്വേഴ്സ് ആക്സിസ് 5 ഉപയോഗിച്ച് നമുക്കൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഹൈപ്പർബോള ടൂൾ എടുക്കുന്നത് ഇതാണ്. ഈ ടൂൾ ഉപയോഗിച്ച് ചെയ്യേണ്ടത്, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ SQRT ബ്രാക്കറ്റിൽ 3 എന്നടിക്കണം, അതാണ് റൂട്ട്. അതിനുശേഷം (0). അടുത്തതും അതുപോലെ -SQRT ബ്രാക്കറ്റിൽ 3, 0 എന്നിട്ട് കോമയിട്ട് അതിൻ്റെ ട്രാൻസ്വേഴ്സ് ആക്സിസ് 5 ആണ്. 34 ആണ് ഇവിടെ കൊടുക്കേണ്ടത്. 34 √34 ഇവിടെ നമുക്ക് കിട്ടുന്ന ഇതായിരിക്കും. അപ്പോൾ ഇങ്ങനെ വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫോക്കസ് നമുക്കറിയാം, ഇവിടെ നിന്ന് കണ്ടുപിടിക്കാം. ഫോക്കസ് ടൈപ്പ് ചെയ്ത് അതിൻ്റെ ഫോക്കസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ ട്രാൻസ്വേഴ്സ് ആക്സിസിൻ്റെ ലെന്ത് എന്ന് പറയുന്നത് 10 എന്ന് കിട്ടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ഇത് വെച്ച് വരയ്ക്കാൻ. അപ്പോൾ ഇവിടെ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടതാണ്, ഇവിടെ ഫോക്കസ് ഉണ്ട്, പക്ഷെ നമുക്ക് വേണ്ടത് ലെന്ത് ഓഫ് ദി ട്രാൻസ്വേഴ്സ് ആക്സിസ് കിട്ടണം. അപ്പോൾ ഞാൻ ഇവിടെ ശ്രദ്ധിക്കുക, ഇതിനകത്ത് ഫോക്കസ് ഉണ്ടെന്ന് വിചാരിക്കുക. ഫോക്കസ് ഇതിനകത്ത് 2 പോയിന്റ്, ഇത് ഫോക്കസ് ആണെങ്കിൽ ഞാൻ ഈ ഹൈപ്പർബോളയിലെ ഒരു പോയിന്റ് എടുത്തു, എന്നിട്ട് ഇത് രണ്ടും കൂടെ ജോയിൻ ചെയ്യുന്നു. ഈ രണ്ട് ഡിസ്റ്റൻസിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മുടെ ട്രാൻസ്വേഴ്സ് ആക്സിസിൻ്റെ ലെന്ത് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ പകുതി, ഇത് രണ്ട് ഡിസ്റ്റൻസിൻ്റെയും പകുതി എടുത്താൽ മതി, നമുക്ക് സെമി ട്രാൻസ്വേഴ്സ് ആക്സിസ് കിട്ടും. ഇതേപോലെ എലിപ്സ് ചെയ്തേ. അപ്പോൾ അവിടെ സമ്മായിരുന്നു, ഇവിടെ ഡിഫറൻസ് ആണെന്നേ ഉള്ളൂ. അപ്പം നമുക്ക് അതല്ലാതെ വേറെ ഈ പോയിന്റ് വന്നിട്ടുണ്ട്, ഇവിടെ 26 എന്ന് പറയുന്ന പോയിന്റ് വന്നിട്ട് ആ പോയിന്റ് എടുക്കുക, ഈ എലിപ്സ് അത് നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ച് വല്ലതും നമുക്കതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക, ആ ഡിസ്റ്റൻസിൻ്റെ ഡിഫറൻസ് എടുക്കുക. ആ ഡിഫറൻസിൻ്റെ ഡിഫറൻസ് പറയുന്നത് ലെന്ത് ഓഫ് ദി ട്രാൻസ്വേഴ്സ് ആക്സിസ് ആയിരിക്കും. അതിൻ്റെ പകുതി എടുക്കുന്നതാണ് സെമി ട്രാൻസ്വേഴ്സ് ആക്സിസ്. ആ കൺസെപ്റ്റ് ഉപയോഗിച്ച് നമുക്കിവിടെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ചപ്പോൾ എനിക്ക് ഏകദേശം ഇവിടെ കിട്ടിയത് 4.47 ആണ്. ഈ ടൂൾ ഉപയോഗിച്ച് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ വരുന്നത്. അപ്പോൾ അതിൻ്റെ നമുക്ക് ഇതേപോലെ വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ആ പോയിന്റ് നമുക്ക് ഈ കമാൻഡ് ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ ആ ഡിസ്റ്റൻസിൻ്റെ ഡിഫറൻസ് എടുത്ത് അതിൻ്റെ പകുതി എടുക്കുന്നതായിരിക്കും ട്രാൻസ്വേഴ്സ് ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ആക്ടിവിറ്റി 11.4 എന്ന് പറയുന്നത്.